വേഗം വാ. എന്താ റെഡ് ലൈറ്റ് ആണ് അവിടെ? ബൈക്കൊക്കെ നോക്ക്, ലൈറ്റൊക്കെ വെച്ച് എക്സ്ട്രാ ഫിറ്റിങ്സോട് കൂടിയിട്ടൊക്കെയാണ് ബൈക്ക് നിൽക്കുന്നത്. എക്സ്ട്രാ ഫിറ്റിങ് അതന്നെ. നമ്മളവിടെ ആണെങ്കിലോ ഇപ്പൊ ഫൈൻ അടിക്കും RTO. എന്നാ പോയി മെട്രോ, നമ്മളെ കൊച്ചിയിൽ മെട്രോ കണ്ടിട്ടില്ലേ? അതുപോലെ ട്രെയിനാണത്. അതാ പോണു. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പോവാം. എവിടെ വെച്ചാൽ കൊണ്ടാക്കുന്നുണ്ടോ? അതെ ഗൈസ്, അതെ ഓക്കെ ഗൈസ്. അപ്പൊ നമുക്ക് വണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടയർ മൊട്ടയാണ് വേണ്ടല്ലേ? ഇഷ്ടായില്ല? അതെ അതെ. നമ്മുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെ 5ാമത്തെ പാർട്ടാണിത്. നമ്മളിന്ന് മലേഷ്യൻ ടൗണിലുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ നമ്മുടെ ട്വിൻ ടവറും കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ വെറുതെ ഗൂഗിളിലൊക്കെ കയറിയിട്ട് മലേഷ്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ ഒരു ചിത്രം ഈ ഒരു ട്വിൻ ടവറിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മലേഷ്യയിൽ വെച്ച് നടത്തുന്ന ഏതൊരു സിനിമയിലും ഈ ഒരു ട്വിൻ ടവറിൻ്റെ ഒരു ഭാഗം പോലും കാണിക്കാതെ ആ സിനിമ അവസാനിപ്പിക്കില്ല. അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള മലേഷ്യയിലെ സ്പോട്ടിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മളിവിടെ ചെന്നിട്ട് നമ്മൾ ഈ രാത്രി ഇവിടെ എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ പകൽ ടൈമിൽ ഈ ഒരു ട്വിൻ ടവറിൻ്റെ മുകളിലേക്ക് കയറാനും ഉള്ള പ്ലാൻ ഉണ്ട്. ട്വിൻസ് ആണ് വരുമ്പോൾ. എന്താ പബ്ലിക് ബാങ്കോ? അതൊക്കെ ലൈറ്റ് ഇട്ടിട്ടാണല്ലോ അല്ലേ? ഇല്ല എടി സ്വർണ്ണനെ നോക്കിയേ. ഏതാ മരം? ഉണ്ണി ഓടല്ലേട്ടാ. ഇതിൻ്റെ മുൻഭാഗം ഫുൾ വാട്ടർ ഫൗണ്ടനും അതുപോലെ മുഴുവൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുറേ നേരം ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റും. പകല് നമ്മൾ ഈ ബിൽഡിങ് കാണുന്നേക്കാട്ടും ഒക്കെ ഭംഗി രാത്രിയിൽ കാണാനാണ്. അതായത് ഇത് ഫുള്ളായിട്ട് ലൈറ്റൊക്കെ ആയിട്ട് ഒരു അടിപൊളി സംഭവമാണ്. മാത്രമല്ല ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് നിലകൾ ഫുള്ളായിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ്. അപ്പോൾ നമുക്ക് കയറി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ കാര്യം സാധിക്കും. അങ്ങനെ രാത്രിയിൽ പെട്രോണാസ് ട്വിൻ ടവറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിനി പകലിൽ ഈ ഒരു ട്വിൻ ടവർ കാണാനും അതുപോലെ ഇതിൻ്റെ മുകളിൽ കയറാനും വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന പെട്രോണാസ് ട്വിൻ ടവർ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട ഗോപുരങ്ങളാണ്. അതിൻ്റെ ആ ഒരു പദവി 1996 മുതൽ വെല്ലുവിളികളില്ലാതെ ഇവർ തുടരുന്നു. 451.9 മീറ്ററാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉയരം വരുന്നത്. 88 നിലകളാണ് ഈ ഒരു ബിൽഡിങ്ങിലുള്ളത്. നമ്മൾ ഈ കാണുന്ന 2 ഗോപുരങ്ങളും തമ്മിൽ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ബിൽഡിങ്ങിന് ട്വിൻ ടവർ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഈ ഒരു 2 ബിൽഡിങ്ങും 2 കമ്പനികളാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്, അതും ഒരേ സമയത്ത്. പെട്രോണാസ് എന്ന മലേഷ്യയുടെ ദേശീയ എണ്ണ കമ്പനി ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചതും അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങും എല്ലാം ചരിത്രം തന്നെയാണ്. ഈ ഒരു ബിൽഡിങ്ങിനകത്ത് ഷോപ്പിംഗ് മോൾ മാത്രമല്ല ധാരാളം ഓഫീസുകളും വർക്ക് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്തായിട്ടുണ്ടാക്കിയ ഗ്ലാസും സ്റ്റീലും അല്ലേ? എല്ലാം ഇന്ത്യയിൽ നിന്ന് പോകുന്നതാണ് ഗ്ലാസും സ്റ്റീലും അല്ലേ? അയ്യവാ. ഈ 2 ഗോപുരങ്ങൾക്ക് ഇടയിലുള്ള ആകാശപാതയാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഉള്ളത്. നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് കയറാൻ പോകുന്നത്. 41-42 നിലകൾക്ക് ഇടയിലാണ് ഈ ഒരു ആകാശപാത നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറി ആദ്യം ആകാശപാതയാണ് കാണാൻ പോണത്. നമ്മൾ രാത്രി ഇവിടെ വന്നിരുന്നില്ല കുഞ്ഞാ? ആ സ്ഥലമാണിത്. കുഞ്ഞ ഓടി നടന്നു and eating, including chewing gum, are strictly prohibited. Please do not leave your belongings unattended. If you discover any unattended belongings, please alert a member of our staff nearest to you. Parents and guardians are advised to keep your children under close supervision. Please be courteous and give way to the disabled, including pregnant women, the elderly,
കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ലിഫ്റ്റിൽ മുകളിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ച അടിപൊളിയാണ്. ഓ Very good morning to all of you boys and girls. Welcome to the Sky Bridge, level 41 at the height of 170 meters above the street level. For your information, this bridge is a double deck sky bridge. We at the lower deck. Upper deck reserved for the staff. And unique facts about this bridge is actually not fully connected to the towers. As you can see here, there is 12-inch gap that goes to the end of the sky bridge. Okay, this bridge. എങ്ങനെയുണ്ട്? മലേഷ്യയിൽ വന്നിട്ടുള്ള പല വീഡിയോസും ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിനകത്തൊന്നും ഈ ഒരു പെട്രോണാസ് ടിൻ ടവറിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ഇത്തരം ഒരു അടിപൊളി ഭാഗങ്ങളോ അല്ലെങ്കിൽ കാഴ്ചകളോ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് നമുക്ക് നേരിട്ട് വന്നിട്ട് തന്നെ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളെവിടെ ഉള്ളതെന്നറിയോ? നമ്മൾ പെട്രോണാസ് ടിൻ ടവർ എവിടെയെന്നറിയോ? മലേഷ്യയിൽ. ഓടിക്കോ ഒറ്റ ഓട്ടം. ഇനി നമ്മൾ ഈ ടവറിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്കാണ് കയറുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള വ്യൂ കിട്ടും. മലേഷ്യൻ സിറ്റിയുടെ ഒരു അടിപൊളി വ്യൂ നമുക്ക് 360 ഡിഗ്രിയിൽ ഇവിടുന്ന് കിട്ടും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഉയരത്തിലാണ് മുകളിൽ നിൽക്കുന്നത് എന്നുള്ളത്. ഇവിടുന്ന് നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു ടൗണും അതുപോലെ വീടുകളും അല്ലെങ്കിൽ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഭാഗങ്ങളെല്ലാം എത്ര ചെറുതായിട്ടാണ് നമുക്ക് കാണുന്നത് എന്നുള്ളത്. താഴെയുള്ള മനുഷ്യന്മാരെയൊന്നും നമുക്ക് നേരിട്ട് കാണാനേ പറ്റാത്ത അത്ര ഉയരത്തിലാണ് നമ്മളുള്ളത്. പാലസ് വേറെ എന്തെങ്കിലും നമ്മൾ പോയതുണ്ടോ ഈ ഏരിയയിൽ? ഫോണിനോട് ടച്ച് ചെയ്തേ ഉള്ളിൽ, ഫോണിൻ്റെ ഭാഗത്തുനിന്ന് ടച്ച് ചെയ്ത് മലേഷ്യയിലെ പഴയ കാലഘട്ടവും അതുപോലെ ആ ചരിത്രത്തിലുള്ള കുറേ ബിൽഡിങ്ങുകളുടെ ഫോട്ടോയും എല്ലാം ഇവിടെ അവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം.